Hi friends, welcome to WSPSC World. WSPSC World ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളാണ് നമുക്ക് വളരെ വേഗം നോക്കാം. എല്ലാവരും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. PSCയുടെ ട്രെൻഡ് അനുസരിച്ച് പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. നമുക്ക് ആദ്യമായി പർവ്വതങ്ങൾ എന്താണെന്ന് പഠിക്കാം. പർവ്വതങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്റർ മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉത്തരപർവ്വത മേഖലയുടെ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ഭാഗത്തെയാണ് ട്രാൻസ് ഹിമാലയം എന്ന് വിളിക്കുന്നത്. ടിബറ്റൻ ഹിമാലയം എന്നൊരു മറ്റൊരു പേരും കൂടി ഇതിനുണ്ട്. ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്ററും 40 കിലോമീറ്ററാണ് വീതി, 905 കിലോമീറ്ററാണ് നീളം. 3000 മീറ്ററാണ് ഉയരം, 40 കിലോമീറ്റർ വീതി, 965 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകളുണ്ട്. ഇതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് തുടങ്ങിയവ. ഈ സമാന്തര പർവ്വത നിരകളെ ചേർത്താണ് നമ്മൾ ഹിമാലയം എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്ക് കിഴക്കോട്ടായി വ്യാപിച്ചു കിടക്കുന്ന 3 മലനിരകൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ഈ സമാന്തര പർവ്വത നിരകൾ ചേർന്ന ഭാഗത്തെയാണ് നമ്മൾ ഹിമാലയം എന്ന് വിളിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കായി ഉള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിര. അതിന് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ഈ സിവാലിക് നിരയുടെ പൊസിഷനാണ് പറയുന്നത്. ഹിമാലയൻ നിരകൾക്ക് ഏറ്റവും തെക്കായി ഉള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ പർവ്വതനിരയാണ് ഏതാ? സിവാലിക്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. ഉയരമല്ല, വീതിയാണ് കേട്ടോ, വീതി. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു. അപ്പോൾ സിവാലിക്കിനെ വിളിക്കുന്ന പേരാണ് ഔട്ടർ ഹിമാലയം. പൊസിഷനും അതിൻ്റെ വീതിയും കൂടാതെ ഏത് പേരിലാണ് അത് അറിയപ്പെടുന്നത് എന്നൊക്കെ പഠിച്ചല്ലോ. ഔട്ടർ ഹിമാലയം. സിവാലിക്ക് ക്ലിയറായി എന്ന് കരുതുന്നു. ഇനി സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാചൽ. സിവാലിക്കിന് വടക്കാണ് സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. ഇപ്പോൾ ഹിമാചലിൻ്റെ മറ്റൊരു പേരാണ് ലെസ്സർ ഹിമാലയം. 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതി, 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ശരാശരി ഉയരം. ആ പർവ്വതനിരയുടെ പേരാണ് ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. വീതി പറഞ്ഞു കഴിഞ്ഞു, 60 മുതൽ 70 കിലോമീറ്റർ വരെയാണ്. അപ്പോൾ ഈ 2 പാരഗ്രാഫിലാണ് നമ്മൾ പഠിച്ചത്. സിവാലിക്ക് പഠിച്ചു. ഹിമാലയൻ നിരകൾക്ക് ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിൻ്റെ അതിരായി നിലകൊള്ളുന്നതുമായ പർവ്വതനിരയാണ് സിവാലിക് എന്ന് പറഞ്ഞു. 60 മുതൽ 150 വരെയാണ് കിലോമീറ്റർ വരെയാണ് വീതി. ഔട്ടർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഹിമാചൽ ആയിരുന്നു. ഹിമാചൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിൽ ഉള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് നമ്മൾ പഠിച്ചു. അതിനെ ലെസ്സർ ഹിമാലയ എന്ന് പറയുന്നുണ്ട്. ലെസ്സർ ഹിമാലയ എന്നാണ് പറയുന്നത്. 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. അടുത്തതായി ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഗ്രേറ്റർ ഹിമാലയം അഥവാ ഇന്നർ ഹിമാലയം എന്നിങ്ങനെ 2 പേരുകളിലാണ് നമ്മുടെ ഹിമാദ്രി അറിയപ്പെടുന്നത്. ഹിമാദ്രിയുടെ മറ്റു പേരാണ് ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയം അഥവാ ഇന്നർ ഹിമാലയം. 6100 മീറ്ററിന് മുകളിൽ ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഇവ. അപ്പോൾ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വതനിരകളാണ്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ്. ലോകത്തിലെ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. അപ്പോൾ നമ്മൾ സിവാലിക്ക് പഠിച്ചു, അതുപോലെ തന്നെ ഹിമാചൽ പഠിച്ചു, ഹിമാദ്രി പഠിച്ചു. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന 3 ഡിവിഷനാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നുമാണ് നമ്മുടെ ഹിമാദ്രി അറിയപ്പെടുന്നത്. ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും അടുത്തത് നമ്മളതാണ് പഠിക്കുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ എന്താണ് സൃഷ്ടിക്കുന്നത്? താഴ്വരകൾ, ആഴമേറിയ താഴ്വരകൾ. അവയെ ഗിരികന്ധരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അപ്പോൾ 3 ഡിവിഷൻ: പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഗിരികന്ധരങ്ങൾ എന്താണെന്ന് പഠിച്ചു, 3 ഡിവിഷൻ പഠിച്ചു. ഇനി നമുക്ക് ആ ഗിരികന്ധരങ്ങൾ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പഠിക്കാം. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോടും കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. എന്താണ് ഗിരികന്ധരം? ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരതലത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഗിരികന്ധരം എന്താണെന്ന് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ.